ചെയ്യാൻ പോകുന്നത് സോയ ചങ്ക്സും ബീറ്റ്റൂട്ടും വെച്ചിട്ടുള്ള ഒരു സ്റ്റഫ്ഡ് പൊറോട്ടയാണ്. അപ്പോൾ ഈ സോയ ചങ്ക്സ് ഞാൻ നേരത്തെ തന്നെ ചുടുവെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഇങ്ങനെ പിഴിഞ്ഞെടുത്താണ്. ഇതൊന്ന് നമുക്ക് മിക്സിയിലിട്ട് ഒന്ന് കറക്കിയെടുക്കണം. സോയ ചങ്ക്സ് കൊണ്ട് നമുക്കൊരു സോയ ചങ്ക്സ് കീമ ഉണ്ടാക്കിയെടുക്കാം. സോയ ചങ്ക്സ് എടുക്കുമ്പോൾ നല്ലപോലെ പിഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. നന്നായിട്ട് കഴുകിയെടുക്കണം. ഒരു 3-4 പ്രാവശ്യം നല്ലപോലെ കഴുകിയെടുത്തിട്ട് ഇതുപോലെ പിഴിഞ്ഞെടുത്തിട്ട് വേണം കീമ ആക്കാൻ. ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം. പിന്നെ 2 ബീറ്റ്റൂട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതൊന്ന് മിക്സിയിലിട്ട് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കാം കേട്ടോ. കുറച്ച് വെള്ളം ഒഴിച്ചെടുക്കുന്നുണ്ട്. ഒന്നും കൂടെ അരച്ചെടുക്കാം. ഞാൻ 2 കപ്പ് ഗോതമ്പ് മാവ് എടുക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. കുറച്ച് കസൂരി മെത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ ബീറ്റ്റൂട്ടിൻ്റെ ടേസ്റ്റ് അങ്ങനെ എടുത്തറിയാതിരിക്കാൻ വേണ്ടിയിട്ടോ. ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. അടിച്ചു വെച്ചിരിക്കുന്ന ബീറ്റ്റൂട്ട് ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കാം. മിക്സിയിൽ കുറച്ച് വെള്ളം ഒഴിച്ചെടുത്തിട്ടുണ്ട്. നമ്മൾ മലയാളികളുടെ പൊതു സ്വഭാവമാണല്ലോ. ആവശ്യമുള്ളത് ചേർത്ത് നമ്മൾ സാധാരണ ചപ്പാത്തിക്കൊക്കെ എങ്ങനെയാണോ കുഴക്കുന്നത് അതുപോലെ കുഴച്ചെടുക്കാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. 4 ടീസ്പൂണാണ് ഒഴിക്കുന്നത്. ഒന്നുകൂടെ നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് നമുക്കിതൊരു അരമണിക്കൂർ സമയത്തേക്ക് മാറ്റി വെക്കാം. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് മസാല ഉണ്ടാക്കിയെടുക്കണം. ചെറിയൊരു മിക്സി ജാറിലേക്ക് 2 ഗ്രാമ്പു, 2 ഏലക്ക, ഒരു വലിയ കഷ്ണം പട്ട ഇട്ടെടുക്കാം. 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 1 ടീസ്പൂൺ മുളക് പൊടി, 4 ടീസ്പൂൺ മല്ലിപ്പൊടി, കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പം ഞാൻ ഗരം മസാല ഉപയോഗിക്കാറില്ല, അതുകൊണ്ടാണ് ഇതുപോലെ അടിച്ചെടുക്കുന്നത്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ഗരം മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ആവശ്യമില്ല. 1 ടീസ്പൂൺ ഗരം മസാല ചേർത്താൽ മതിയാവും. അതുപോലെ തന്നെ ഉപ്പ് പൊടിയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഡയറക്റ്റായിട്ട് മസാലയിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇപ്പം ഞാനിതൊന്ന് നന്നായി പൊടിച്ചെടുക്കാം. ഇപ്പോൾ പാനിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ വെച്ചെടുക്കാം. ഇതിലേക്ക് ഒരു പച്ചമുളക് പൊടിയായതിന്, ഒരു കഷ്ണം ഇഞ്ചി പൊടിയായതിന്, അതുപോലെ ഒരു 6 വെളുത്തുള്ളി പൊടിയായതിന്, 3 സവള പൊടിയായതിന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടി ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ഫ്രഷായിട്ട് പൊടിക്കുമ്പോഴല്ലോ നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ. ആ പെരുംജീരകത്തിൻ്റെയും കുരുമുളകുടെയൊക്കെ. ഇത് നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇത് പച്ച ചുവന്ന് മാറി കിട്ടണം. ഇനി നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് കീമ ചേർത്ത് കൊടുക്കുക. ഒന്നുകൂടെ നല്ലപോലെ വഴറ്റിയെടുക്കുക. എല്ലാം കൂടെ ഒന്ന് മിക്സായി വെക്കാം. നല്ലപോലെ വഴറ്റിയെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. ചുടുവെള്ളത്തിലിടുമ്പോൾ തന്നെ നന്നായി വെന്തിട്ടുണ്ടാവും. ചെറുതായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതിയാവും. മൂടി വെക്കാം. ഇടയ്ക്ക് ഇതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. ടേസ്റ്റ് വെക്കാം. കുറച്ച് ഉപ്പ് കുറവുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായി വേവിച്ച് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് മൂടി വെക്കണ്ട. ഒന്ന് തീ ഒന്ന് കൂട്ടി വെക്കാം. അടിപ്പിടിക്കാതെ ഇളക്കി കൊടുക്കണം.
ഈ സോയ ചങ്ക്സ് എല്ലാം നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് വേവിച്ച് നല്ലപോലെ വെള്ളം വറ്റിച്ചതിന് ശേഷം ഈ മസാലയിലേക്ക് ചേർക്കുകയാണെങ്കിൽ അങ്ങനെയും ചേർക്കാം. തീ ഒന്ന് കുറച്ച് വെക്കാം. കുറച്ചൊന്ന് എണ്ണ വെച്ച് കൊടുക്കുക. ഒന്ന് മുരിഞ്ഞ് വരാനായിട്ടാണ്. ഈ സോയ ചങ്ക്സ് നമ്മൾ എത്ര പിഴിഞ്ഞാലും അതിൽ കുറച്ച് വെള്ളം ഉണ്ടാകും. അപ്പോൾ നമ്മളിത് വേവിക്കാനായിട്ട് ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒന്ന് വിട്ട് വരണം കേട്ടോ. ഇപ്പം നല്ല രീതിയിൽ ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. എന്നിട്ട് നിറയെ മല്ലിയില അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. നമുക്കിതൊന്ന് ചൂടാറാനായിട്ട് മാറ്റി വെക്കാം. നമ്മൾ കുഴച്ച് വെച്ചിരിക്കുന്ന ഒരു ഉരുളി എടുത്ത് നമുക്കൊന്ന് നൈസായിട്ട് തട്ടിയെടുക്കാം. ഇങ്ങനെ വേണം പരത്തിയെടുക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ചീസ് സ്ലൈസ് വെച്ചെടുക്കാം. പിന്നെ സോയ ചങ്ക്സ് മസാല, മടക്കിയെടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കാം. പൊട്ടിപ്പോകരുത്. ഇത്ര മതിയാവും. കൈകൊണ്ട് ഇങ്ങനെ പരത്താം. ഇപ്പം ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് എണ്ണ ഒഴിച്ചെടുക്കാം. ചൂടാകുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരുന്ന പൊറോട്ട ഇതിലേക്ക് വെച്ചെടുക്കും. തീർന്ന് കുറച്ച് വെച്ചിട്ടെടുക്കാം. വെച്ചെടുക്കാം. സൈഡിലൊക്കെ ഇങ്ങനെ ചെറിയ കുഴിവുള്ളതുകൊണ്ട് നമ്മൾ കൂടുതൽ എണ്ണ ഒഴിക്കുമ്പോൾ ഇവിടെയൊക്കെ ആവുള്ളൂ. കറക്റ്റായിട്ട് നടുവിലേക്ക് രണ്ട് മേലെ വേണം എണ്ണ ഒഴിച്ചെടുക്കാൻ. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. കുറച്ച് കട്ടിയുണ്ട് കേട്ടോ. ഇതാണെങ്കിൽ മുരിഞ്ഞ അറിയില്ല, അതിൻ്റെ കളർ അങ്ങനെ ആയതുകൊണ്ട്. പക്ഷെ നൈസായിരിക്കണമുണ്ടേ പെട്ടെന്ന് വെന്ത് കിട്ടും. ഒന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഇത് മുരിഞ്ഞത് അറിയാൻ പറ്റുന്നില്ല, അതാണ് പ്രശ്നം. നീ നോൺ സ്റ്റിക്ക് പാനിൽ സ്റ്റീലിൻ്റെ ചട്ടകം ഉപയോഗിച്ച് പറഞ്ഞ് കമൻ്റ് ഇടാൻ നിൽക്കണ്ട. അറിയാതെ ഉപയോഗിച്ചതാണ്. ഞാനിത് മരത്തിൻ്റെ തവി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് എന്തായാലും മൊരിഞ്ഞു എന്നാണ് തോന്നുന്നു. നമുക്ക് ബാക്കിയുള്ളത് ഇതേപോലെ തന്നെ ചുട്ടെടുക്കാം. ഇപ്പം നമ്മുടെ സ്റ്റഫ്ഡ് പൊറോട്ട റെഡി ആയിട്ടുണ്ട്. സൈസ് കൊണ്ട് ചെറുതാണെങ്കിൽ ആൾ നല്ല ഹെവിയാണ്. ഒരാൾക്ക് ഒന്ന് കഴിച്ചാലും മതിയാവും. ഇതിങ്ങനെ വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ സോസ് എടുക്കുക, അതല്ലാന്നുണ്ടെങ്കിൽ ഗ്രീൻ ചട്നി എടുക്കുക. അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് വെക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.